നമസ്കാരം. ഈ ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ചോറ് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ചോറ് കുറയ്ക്കുന്നത്? ഒന്നുകിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ. പിന്നെ മൂന്നാമതൊരു കാറ്റഗറി ഉള്ളത് ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ചോറുണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഷുഗർ ക്രേവിങ് വരും, അല്ലെ ചോറിനോട് ക്രേവിങ് വരും. അതിനൊരു പരിഹാരമായിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഒലിവ് മസാല വന്നിരിക്കുന്നത്. നോ കാർബ് ഫ്രൈഡ് റൈസ്. കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ. പക്ഷെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ റൈസ് അല്ല, പകരം കോളിഫ്ലവർ റൈസ്. ഈ കോളിഫ്ലവർ റൈസ് എന്ന് പറയുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമല്ല. പാശ്ചാത്യർ അതിനെ പണ്ട് മുതൽ ഉപയോഗിക്കുന്നു. നല്ലൊരു ഡയബറ്റീസ് ഫ്രണ്ട്ലി മീലാണ്. ഒബീസിറ്റി കുറയ്ക്കാൻ ആളുകൾ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ബോഡി ബിൽഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതും കൂടാതെ ഇതൊരു കീറ്റോ ഫ്രണ്ട്ലി റൈസ് ആണ്. കോളിഫ്ലവറിന് ഒരു ന്യൂട്രൽ ഫ്ലേവറാണ്. നമ്മൾ ഏത് ടേസ്റ്റ് കൊടുക്കുന്നോ ആ ടേസ്റ്റ് അബ്സോർബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി വരുമ്പോൾ റൈസിൻ്റെ ടെക്സ്ചറും റൈസിൻ്റെ ടേസ്റ്റും ഇതിന് കിട്ടും. നമുക്ക് പാക്കറ്റ് അന്വേഷിച്ച് പോകേണ്ട, കോളിഫ്ലവറിനെ തന്നെ റൈസ് ആക്കി എടുക്കാം. എപ്പോഴും കോളിഫ്ലവർ, കാബേജ് ഈ രണ്ട് വെജിറ്റബിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴിവതും അത് കട്ട് ചെയ്ത് അരമണിക്കൂറെങ്കിലും ബേക്കിംഗ് സോഡ ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റു വെജിറ്റബിൾസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ചുരുളുകളിൽ പെസ്റ്റിസൈഡ്സിൻ്റെ അംശം ധാരാളം കാണും. അത്ര എളുപ്പത്തിൽ മഴയത്തൊന്നും വാഷ് ഔട്ടായി പോകാറില്ലെന്ന് ചുരുക്കം. പിന്നെ ഒരു കാര്യം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും രണ്ടാണ്. ലേബൽ നോക്കി മാത്രം വാങ്ങിക്കുക. ഏത് വെജിറ്റബിൾസ് വാഷ് ചെയ്യാനും അതിലെ വിഷാംശത്തിനെ ഒരു നല്ല ശതമാനം വരെ ന്യൂട്രലൈസ് ചെയ്യാനും പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഈ ബേക്കിംഗ് സോഡ. ഞാനിന്നിവിടെ ഷ്രിമ്പും ചിക്കനും ഉപയോഗിക്കുന്നുണ്ട്. വീഗനോ വെജിറ്റേറിയനോ ആക്കി എടുക്കേണ്ടവർക്ക് ഇത് രണ്ടും ഒഴിവാക്കാം. മുട്ട വേണ്ടവർക്ക് മുട്ട ചേർക്കാം. ഒരു ആവറേജ് മലയാളി ഒരു നേരം കഴിക്കുന്ന 400 ഗ്രാം ചോറിൽ 112 ഗ്രാം കാർബോഹൈഡ്രേറ്റും 520 കാലറീസും ഉണ്ട്. അതിൻ്റെ 10% മാത്രം കാലറീസും കാർബ്സും ഈ റൈസിലുള്ളൂ. അതിൻ്റെ അർത്ഥം സാധാരണ ചോറിന് പകരം ഇതൊരു 15 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വളരെയധികം കുറയുന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ ദയവായി ആരും ഈ റെസിപ്പിയെ ഒരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ടോ ഡയറ്ററി അഡ്വൈസ് ആയിട്ടോ ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സയായിട്ടോ എടുക്കരുത്. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. കാരണം ഓരോ വ്യക്തികളുടെയും റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. അതിനകത്ത് മാറ്റങ്ങളുണ്ടാകാം. കൂടാതെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഡയറ്റിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത് നല്ലതല്ല. കാരണം വെയിറ്റ് കുറയ്ക്കുന്നത് ശാസ്ത്രീയമായിട്ട് വേണം ചെയ്യാൻ. അത് അബ്രപ്റ്റായിട്ടൊരു 10-15 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അത് കുറേ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ്, BMI, വാട്ടർ ഇൻടേക്ക്, പ്രോട്ടീൻ ഇൻടേക്ക്, വൈറ്റമിൻ ഡി ലെവൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നത് എപ്പോഴും പെട്ടെന്നല്ല, സ്റ്റഡിലി, സ്ലോലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി, അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത്. വെജിറ്റബിൾസ് 1 മിനിറ്റോളം ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വൈറ്റ് പെപ്പർ, സോയ് സോസ്, ഓപ്ഷണലായിട്ട് അല്പം സെസമി ഓയിൽ, അല്പം വിനിഗർ, ഏത് വിനിഗർ ആയാലും മതി. ഒട്ടും സംശയിക്കേണ്ട, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ഏകദേശം ആ ടേസ്റ്റ് തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസിനുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കണ്ട. എല്ലാവർക്കും നന്ദി.